ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ലോഗ്സ്. പെട്ടെന്ന് ഇത്ര തിരക്കിൽ ഇന്നലത്തെ ഒരു എബ്രഹാം മസ്ലിന്റെ തിരക്കായിരുന്നു. സിനിമ കാണാൻ പോയി, അതിന്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം വിട്ടുപോയി. അതിനിടക്ക് സംഭവം ഇറുക്ക് നേരത്തെ നമുക്ക് കാണിച്ചു തന്ന ബ്രഹ്മയുഗത്തിന്റെ ടീസർ യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടു കഴിഞ്ഞു, ഒരുപാട് റിവ്യൂസ് വന്നു കഴിഞ്ഞു, റിയാക്ഷൻ വന്നു കഴിഞ്ഞു. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഗൈസ്. സോ അത് നമുക്ക് മമ്മൂക്കേന്റെ ആ ഒരു ബ്രഹ്മയുഗത്തിന്റെ ടീച്ചർ നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ടീച്ചർ കണ്ടിട്ട് അതിന്റെ റിയാക്ഷൻ നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ ടീസർ ഗൈസ്. അപ്പൊ ടീച്ചർ റെഡിയാണ്, നമുക്ക് ടീച്ചറിലേക്ക് നേരെ പോകാം. ഹിയർ വി ഗോ. നൈറ്റ് ഷിഫ്റ്റ്. പടം പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം മൊത്തത്തില്. വിക്രം വേദ, ജീസസ് ഓഫ് വിക്രം വേദ. കാലം പോലെ കലങ്ങി മറഞ്ഞ ഒരു പുഴ വേറെ ഇല്ല. സൗണ്ട് എവിടെയോ കേട്ട് വെക്കും. അത് തിരിഞ്ഞും മറഞ്ഞു ഒഴുകും. ഈ മനയ്ക്കലെ പടിപ്പര കടന്ന പിന്നെ പാടവും പുഴയും മലയൊക്കെ ഇതന്നെയാ. ഏത് സ്ഥലം? ഡയറക്ടർ കൊലച്ചിരി. നമ്മുടെ ജീവൻ അപകടം. പോവാ. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. എന്റെ മോനെ ലാസ്റ്റ് ലുക്ക് കണ്ട, ലാസ്റ്റ് ആ ലുക്കും ആ ചിരിയും, എന്റെ പൊന്നെ സംഭവം ഇருக்கு. സംതിങ് ടെറിഫൈങ്, സംതിങ് ഹൊറിഫൈങ് ഇസ് കമ്മിങ്. ഈ മമ്മൂക്കാനെ സമ്മതിക്കണം. എവിടുന്ന് കിട്ടുന്നുണ്ട് ഇത്തരത്തിലുള്ള കഥകള്? സംഭവം എല്ലാം വെറൈറ്റി, ഓരോന്ന് ബാക്ക് ടു ബാക്ക്. ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് ബെസ്റ്റ്, ഇനിയും വരാം. ഇതിപ്പം എന്താ അറിയാ, ഇങ്ങനെ പടച്ച മാലപ്പടക്കം പൊട്ടിക്കുന്ന പോലെ ഓരോ സിനിമ ഇങ്ങനെ ഇറങ്ങിക്കൊടുക്കുക. അതും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. അതാണ് ഒരു ഭാഗത്ത് സൂപ്പർ സ്റ്റാറിനെ കാണിക്കുന്നു, ഒരു ഭാഗത്ത് അയാളുടെ നടനെ കാണിക്കുന്നു, മാസ്മരിക നടൻ. ഒന്നും പറയാനില്ല. ഈ എന്താ പറയാ, ഒന്നാമത് ആ ടീസർ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവർ ഉദ്ദേശിച്ചത് സൂപ്പർ ആയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൊത്തത്തിൽ ഈ പടം കാണുമ്പോൾ ആ ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ, ആ ഹൊറിഫൈങ് ടെറിഫൈങ്, അല്ലെങ്കിൽ ആ പഴയ കാലത്തേക്കാണ് സംഭവത്തെ കാണിക്കുന്നത്. ആ പഴയ കാലം. അപ്പൊ അതെല്ലാം കാണിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ തിയേറ്ററിൽ പോയിരിക്കും. പിന്നെ ഇങ്ങനെ ഈ അഭിനയം വെച്ചിട്ട് എന്താവുന്ന യാതൊരു പിടിയില്ല. ഇത് എവിടെ കൊണ്ട് അവസാനിക്കുന്നു യാതൊരു പിടിയില്ല. പക്ഷെ ആ ലാസ്റ്റ് ലുക്ക് പൊളിച്ച്. എനിക്ക് പണ്ടത്തെ ആ ഒരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ സുന്ദരിച്ചിയാണോടാ എന്ന് ചോദിക്കുന്ന നമ്മുടെ ഗോപകുമാറിലായിട്ട്, ആ ഒരു പടത്തിന്റെയൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ പിന്നെ വേറൊരു പടവും കൂടി ഉണ്ടായില്ല, പാലേരി മാണിക്യത്തിലെ ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ. ഇതൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. പക്ഷെ ഇത് സംതിങ് ഡിഫറെന്റ് ആയിരിക്കും എന്തായാലും. സോ ഭൂതകാലത്തിന്റെ ഡയറക്ടറും കൂടിയാണ്. സോ ഈഗർലി എന്താണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മാറുന്നുണ്ട്. സോ ബാക്കി നമുക്ക് എന്തെങ്കിലും അടുത്തൊരു ട്രെയിലർ കൂടി വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അഗൈൻ ആൻഡ് സൈനിങ് ഓഫ്.